ഹലോ ഫ്രണ്ട്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ബയോളജിയിലെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഗമേറ്റോജനസിസ് എന്ന പാർട്ടും അതിനു മുന്നേ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഫീമെയിൽസിലെ സെക്കൻഡറി സെക്സ് ഓർഗനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി സെക്സ് ഓർഗൻസിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ഫലോപ്പിയൻ ട്യൂബ്സ് ഓർ യൂട്രൈൻ ട്യൂബ്സ് ആണ്. അതുപോലെ യൂട്രസ്, സെർവൈക്സ്, വജൈന ഇതുപോലത്തെ ഓർഗൻസ്, ലെബിയ മജോറ, ലെബിയ മൈനോറ തുടങ്ങിയ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ വരുന്ന ഓർഗൻസിനെ കുറിച്ചും അതുപോലെ ഫെർട്ടിലൈസേഷനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫീമെയിൽസിലെ പ്രധാനപ്പെട്ട സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഒന്ന് ഫലോപ്പിയൻ ട്യൂബ്സ്, ദെൻ യൂട്രസ്, ദെൻ സെർവൈക്സ്, വജൈന ആൻഡ് വുൾവ. വുൾവ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിലെ പാർട്സ്. ഓക്കെ, യൂട്രൈൻ ട്യൂബ്സ് അല്ലെങ്കിൽ ഒവിഡക്സ് ഓർ ഫലോപ്പിയൻ ട്യൂബ്സ്, ഇതാണ് ഒന്നാമത്തേത് അല്ലേ. ഏതാണ് യൂട്രൈൻ ട്യൂബ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഇപ്പോൾ ഇവിടെ ഇത് യൂട്രസ് ആണ്. ഈ ഒരു പാർട്ടിനെ നമ്മൾ യൂട്രസ് എന്ന് പറയാം അല്ലേ. ഇതിൻ്റെ രണ്ട് ഭാഗത്തേക്കും ലാറ്ററൽ ഭാഗങ്ങളിലേക്കുള്ള ഡക്റ്റ് പോലെയുള്ള പാർട്ടിനെ, എക്സ്റ്റൻഷനാണ് നമ്മൾ യൂട്രൈൻ ട്യൂബ്സ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയാം. യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ യൂട്രൈൻ ട്യൂബ്സ് എന്ന് പറയാം. ഓവം കളക്ട് ചെയ്യുന്ന, ഓവർ ഇവിടെയാണല്ലോ ഉള്ളത്, അപ്പോൾ ഓവറിൽ നിന്നും ഓവം കളക്ട് ചെയ്യുന്ന ഡക്സ് ആയതുകൊണ്ട് ഒവി ഡക്സ് എന്നും നമുക്ക് ഇവരെ പറയാം. ഓക്കെ, ദീസ് എക്സ്റ്റെൻഡ് ലാറ്ററലി ഫ്രം ദി യൂട്രസ്. യൂട്രസിൽ നിന്നും ലാറ്ററൽ സൈഡിലേക്ക് രണ്ട് ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ട്യൂബ്സ് ആണ്. ദിസ് മെഷേഴ്സ് അബൌട്ട് 10 cm ലോങ്, ലൈ ബിറ്റ്വീൻ ദി ഫോൾഡ്സ് ഓഫ് ദി ബ്രോഡ് ലിഗമെന്റ്സ് ഓഫ് യൂട്രസ്. ഇവരുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് 10 cm ആണ് ലെങ്ത്. അതുപോലെ തന്നെ ബ്രോഡ് ലിഗമെന്റ്സിന്റെ ഇടയിലാണ് കാണപ്പെടുന്നത്. ബ്രോഡ് ലിഗമെന്റ്സ് എന്ന് പറയുമ്പോൾ യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ലിഗമെന്റ്സ് ആണ് ബ്രോഡ് ലിഗമെന്റ്സ്. ഇവിടെ ഇടയിലാണ് ഇവരെ കാണപ്പെടുന്നത്. യൂട്രൈൻ ട്യൂബ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒവിഡക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയാം. ഏത് പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഇവരെന്താണ്? ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ആണ്. ഫീമെയിൽസിലെ പ്രൈമറി സെക്സ് ഓർഗൻ ഏതായിരുന്നു? ഓവറി ആയിരുന്നു. ഓവറിയിലാണ് നമ്മൾ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ ഫോളിക്യുലോജനസിസും ഒക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതിനുശേഷം വരുന്ന സെക്കൻഡറി സെക്സ് ഓർഗനിലെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മുടെ ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ്. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. അതായത് ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒന്ന് ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ്. ഈ ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട്, ഇതാണല്ലോ ഓവറി, ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഓവം കളക്ട് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസിനെയാണ് നമ്മൾ ഫിംബ്രിയെ എന്ന് പറയാം. അതാണ് ഒരു പാർട്ട്. രണ്ടാമത്തേത് ഫിംബ്രിയയിൽ നിന്നും ഫിംബ്രിയയുടെ തൊട്ടടുത്തുള്ള ഭാഗം, അതായത് ഫണൽ ഷേപ്ഡ് പോർഷൻ, അതിനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിംബ്രിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഫണ്ടിബുലം ഉണ്ട്. ഇൻഫണ്ടിബുലം കഴിഞ്ഞിട്ടുള്ള വൈഡർ പാർട്ടിനെയാണ് നമ്മൾ ആംബ്യുള എന്ന് പറയാം. ഇതാണ് ആംബ്യുള. ഓക്കെ, ആംബ്യുള കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ടിനെ നമ്മൾ, അതായത് യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ഇസ്തമസ് എന്ന് പറയാം. അപ്പോൾ ഇസ്തമസ് ഉണ്ട്, ആംബ്യുള ഉണ്ട്, ഇൻഫണ്ടിബുലം ഉണ്ട്, അതുപോലെ ഫിംബ്രിയയും ഉണ്ട്. ഓവത്തെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊസൈറ്റിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിംബ്രിയയാണ്. ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഫിംബ്രിയെ, ഇൻഫണ്ടിബുലം, ആംബ്യുള ആൻഡ് ഇസ്തമസ് അല്ലേ. The funnel-shaped portion of each tube called the infundibulum is close to the ovary but is open to the pelvic cavity. It ends in a fringe of finger-like projections called fimbriae. ഫണൽ-ഷേപ്ഡ് പോർഷനെ നമ്മൾ ഇൻഫണ്ടിബുലം എന്നാണ് പറയുക. അതിൻ്റെ എൻഡിലുള്ള ഫിംഗർ-ലൈക്ക് പ്രോജക്ഷൻസിനെയാണ് നമ്മൾ ഫിംബ്രിയെ എന്ന് പറയുന്നത്. ഇൻഫണ്ടിബുലമാണ് ഫണൽ-ഷേപ്ഡ് പോർഷൻ, അതിൻ്റെ ഫിംഗർ-ലൈക്ക് പ്രോജക്ഷൻസിനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. Ambula is the widest part, longest portion, making up about the lateral 2/3 of its length. അപ്പോൾ ആംബുള ഏറ്റവും വൈഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ആംബുള എന്ന് പറയുന്ന പാർട്ടാണ്. റെഡി? Isthmus is short,
വളരെ ചെറിയ പാർട്ടാണ്, നാരോ ആണ്, തിക്ക് വാൾഡ് പോർഷനാണ്. തിക്ക് വാൾഡ് ആയതുകൊണ്ടാണ് നാരോ പോർഷൻ ആവാനുള്ള കാരണം അല്ലേ. ദാറ്റ് ജോയിൻസ് ദി യൂട്രസ്, അതായത് ഫാലോപ്പിയൻ ട്യൂബിനെ യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്സ്. എന്തൊക്കെയാണ് ഫാലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഫങ്ഷൻസ്? ഒന്നാമത്തേത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേംസ്, അതായത് വജൈന വഴി സെർവൈക്സിലൂടെ യൂട്രസിലൂടെ ഫാലോപ്പിയൻ ട്യൂബ്സിൽ വന്നിട്ട് ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ സ്പേം എൻ്റർ ചെയ്യുന്നത് വജൈനയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ വജൈനയിലൂടെ സെർവിക്സിലൂടെ വരുന്ന സ്പേംസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി യൂട്രസ് നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ഫാലോപ്പിയൻ ട്യൂബ് നിർവഹിക്കുന്നുണ്ട് അല്ലേ, കാരണം ഫാലോപ്പിയൻ ട്യൂബിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി ക്യാപ്ചറിങ് ഓഫ് ഊസൈറ്റ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് എങ്കിൽ ഇതാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയെ, ഇതാണ് ഇൻഫണ്ടിബുലം, ഇതാണ് നമ്മുടെ ആംബുള എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഓവറിൽ നിന്നുമുള്ള ഊസൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് ആരാണ്? ഓവറിൽ നിന്നുള്ള ഊസൈറ്റിനെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നത് ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ഫിംബ്രിയാണ്. ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ജനറൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ക്യാപ്ചറിങ് ഓഫ് ഊസൈറ്റ് എന്നുള്ളത് പറയാൻ പറ്റും. ദെൻ മൂവ്മെന്റ് ഓഫ് ഊസൈറ്റ്, ക്യാപ്ചർ ചെയ്താൽ മാത്രം പോരാ, ഊസൈറ്റ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും ഫാലോപ്പിയൻ ട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഊസൈറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഊസൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ദെൻ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഊസൈറ്റും സ്പേമും അല്ലെങ്കിൽ സ്പേമും ഓവവും ഫെർട്ടിലൈസ് ചെയ്യുന്ന സൈറ്റായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതും ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ഫംഗ്ഷനാണ്. ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ട് പിന്നീട് യൂട്രസിലേക്ക് മൂവ് ചെയ്തിട്ട് യൂട്രസിൽ പോയി ഇംപ്ലാന്റേഷൻ നടത്തുകയാണ് ചെയ്യുക. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് ന്യൂട്രീഷൻ ടു എംബ്രിയോ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞ് സൈഗോട്ട് എംബ്രിയോ ആയി മാറും അല്ലേ, ആ എംബ്രിയോക്കുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഫാലോപ്പിയൻ ട്യൂബിൻ്റെ അല്ലെങ്കിൽ ഒവിഡക്റ്റിൻ്റെ അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബിൻ്റെ ഫംഗ്ഷനാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട യൂട്രൈൻ ട്യൂബ്സിൻ്റെ അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഫങ്ഷൻസ്. ഇനി അടുത്തത് യൂട്രസ് ആണ്. അപ്പോൾ യൂട്രൈൻ ട്യൂബ് നമ്മൾ കണ്ടു, ഫിംബ്രിയ ഉണ്ട്, ഇൻഫണ്ടിബുലം ഉണ്ട്, ഇസ്തുമസ് ഉണ്ട്, അതുപോലെ ആംബ്യുൾ ഉണ്ട്, അതുപോലെ ഇസ്തുമസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടാണ് യൂട്രസ് അല്ലേ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്റ്റം. ഇറ്റ് ഈസ് എ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ആൻ ഇൻവേർട്ടഡ് പിയർ, അതായത് റെക്റ്റത്തിൻ്റെയും യൂറിനറി ബ്ലാഡറിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ പൊസിഷൻ. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പിയറിൻ്റെ അത്രയും സൈസും ഷേപ്പുമാണ് യൂട്രസിന് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗർഭപാത്രത്തിന് ഉണ്ടാവുക അല്ലേ. ഇൻ ഫീമെയിൽസ് ഹു ഹാവ് നെവർ ബീൻ പ്രഗ്നൻറ്റ് ഇറ്റ് ഈസ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ ലോങ്, 5 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് 2.5 സെൻറ്റിമീറ്റർ തിക്ക്. തീരെ ഇതുവരെ പ്രഗ്നൻ്റ് ആവാത്ത ഗർഭിണികളാവാത്ത സ്ത്രീകളാണെങ്കിൽ അവരിൽ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും, അതുപോലെ 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ 2.5 സെൻറ്റിമീറ്റർ തിക്നെസ്സുമാണ് യൂട്രസിന് ഉണ്ടാവുക. ഇറ്റ് ഈസ് ലാർജർ ഇൻ ഫീമെയിൽസ് ഹു ഹാവ് റീസെൻ്റ്ലി ബീൻ പ്രഗ്നൻറ്റ് ആൻഡ് സ്മോളർ വെൻ സെക്സ് ഹോർമോൺസ് ലെവൽ ആർ ലോ ആസ് ഒക്കേഴ്സ് ആഫ്റ്റർ മെനോപോസ്. അതായത് സാധാരണഗതിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരിൽ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ സൈസ് കൂടുതലായിരിക്കും. ഇനി മെനോപോസൊക്കെ കഴിഞ്ഞ് മെൻസ്ട്രൽ സൈക്കിളൊക്കെ നിന്ന് സെക്സ് ഹോർമോൺസിൻ്റെ ലെവൽസൊക്കെ ലോ ആയിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ അവരിൽ ചെറിയ ഗർഭപാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, യൂട്രസിന് നമുക്ക് പ്രധാനമായിട്ടും 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ഫണ്ടസ്, അതായത് ഇതാണല്ലോ യൂട്രൈൻ ട്യൂബ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്. ഇതിൻ്റെ മുകളിൽ വരുന്ന പാർട്ടിനെ, ഡോം ഷേപ്പ്ഡ് പാർട്ടിനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഭാഗം. ഓക്കെ, ഇതാണ് ഫണ്ടസ്. ദെൻ രണ്ടാമത്തെ വരുന്നത് സെൻട്രൽ പാർട്ടാണ്. യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള സെൻട്രൽ പാർട്ട് ഓഫ് ദി യൂട്രസ് ഈസ് കാൾഡ് ബോഡി ഓഫ് യൂട്രസ്. ദെൻ അടുത്തത് ഏറ്റവും താഴ്ഭാഗത്തുള്ള പാർട്ടിനെ നമ്മൾ സെർവൈക്സ് എന്നാണ് പറയുന്നത്. സെർവൈക്സിൻ്റെയും ബോഡി ഓഫ് യൂട്രസിൻ്റെയും ഇടയിലുള്ള
നാരോ പാർട്ടിനെ നമ്മൾ ഇസ്തമസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ 4 പാർട്ടായിട്ട് നമുക്ക് യൂട്രസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മുകളിൽ ഡോം ഷേപ്ഡ് ഫണ്ടസ് ഉണ്ട്, സെൻട്രൽ പാർട്ടാണ് ബോഡി, അതുപോലെ താഴ്ഭാഗത്തെ ഇൻഫീരിയർ പാർട്ടാണ് അല്ലെങ്കിൽ ലോവർ പാർട്ടാണ് സെർവൈക്സ്. സെർവൈക്സിൻ്റെയും ബോഡിയുടെയും ഇടയിലുള്ള നാരോ ആയിട്ടുള്ള ആ റീജിയനെ 1 സെൻറ്റിമീറ്റർ മാത്രം ലെങ്ത് ഉള്ള ആ റീജിയനാണ് നമ്മൾ ഇസ്തമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടസ് ഇസ് ഡോം ഷേപ്ഡ് പോർഷൻ സുപ്പീരിയർ ടു ദി യൂട്രൈൻ ട്യൂബ്സ്. യൂട്രൈൻ ട്യൂബ്സിൻ്റെ മുകളിലുള്ള ഡോം ഷേപ്ഡ് പോർഷനെ നമ്മൾ ഫണ്ടസ് എന്ന് പറയാം. ടാപ്പറിങ് സെൻട്രൽ പോർഷനെ നമ്മൾ കോർപ്പസ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയാം. ഇൻഫീരിയർ നാരോ പോർഷൻ കാൾഡ് ദി സെർവൈക്സ് ഓപ്പൺസ് ഇൻ ടു വജൈന. താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ സെർവൈക്സ് എന്ന് പറയാം. സെർവൈക്സ് ഓപ്പൺ ചെയ്യുന്നത് വജൈനയിലേക്കാണ്. വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ എക്സ്റ്റേണൽ ഒറിഫിസ് എന്ന് പറയും. അതുപോലെ ഇസ്തമസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ ഇന്റേണൽ ഒറിഫിസ് എന്ന് പറയും. സെർവൈക്സിൽ നിന്നും വജൈനയിലേക്കുള്ള ഓപ്പണിങ്ങിനെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് എന്നും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒറിഫിസ് എന്നും, മുകളിലേക്കുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഇസ്തമസിലേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ ഇന്റേണൽ ഒറിഫിസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ ബോഡി ഓഫ് ദി യൂട്രസ് ആൻഡ് ദി സെർവൈക്സ് ഇസ് ദ ഇസ്തമസ്, എ കൺസ്ട്രക്റ്റഡ് റീജിയൻ അബൌട്ട് 1 സെൻറ്റിമീറ്റർ ലോങ്. 1 സെൻറ്റിമീറ്റർ മാത്രം ലെങ്ത് ഉള്ള നാരോ റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇസ്തമസ് എന്ന് പറയാം. ഇനി ദ ഇന്റീരിയർ ഓഫ് ദി ബോഡി ഓഫ് ദി യൂട്രസ് ഈസ് കാൾഡ് ദ യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് ദ ഇന്റീരിയർ ഓഫ് ദി സെർവൈക്സ് ഈസ് കാൾഡ് സെർവൈക്കൽ കനാൽ. അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ക്യാവിറ്റിനെ നമ്മൾ എന്താ പറയുക, യൂട്രൈൻ ക്യാവിറ്റി എന്നാണ് പറയുക. യൂട്രസിൻ്റെ ഉള്ളിലുള്ള ക്യാവിറ്റിനെ നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്ന് പറയും. സെർവൈക്സിൻ്റെ ഉള്ളിലുള്ള ക്യാവിറ്റിനെ നമ്മൾ സെർവൈക്കൽ കനാൽ എന്നാണ് പറയുക. അപ്പോൾ സെർവൈക്കൽ കനാലിൻ്റെ താഴെയുള്ള വജൈനയിലേക്കുള്ള ഓപ്പണിങ്ങിന് നമ്മൾ എക്സ്റ്റേണൽ ഒറിഫിസ് എന്നും, അതുപോലെ ഇസ്തമസിലേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ ഇന്റേണൽ ഒറിഫിസ് എന്നാണ് പറയുന്നത്. സെർവൈക്കൽ കനാൽ ഓപ്പൺസ് ഇൻ ടു യൂട്രൈൻ ക്യാവിറ്റി അറ്റ് ദി ഇന്റേണൽ ഓസ്. യൂട്രൈൻ ക്യാവിറ്റി ആണല്ലോ മുകളിലുള്ളത്. സെർവൈക്കൽ കനാലിൽ നിന്നും യൂട്രൈൻ ക്യാവിറ്റിയിലേക്കുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഇന്റേണൽ ഒറിഫിസ് എന്ന് പറയുക. ഇതാണത്. അതുപോലെ സെർവൈക്കൽ കനാലിൽ നിന്നും വജൈനയിലേക്കുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഒറിഫിസ് എന്ന് പറയാം. The cervical canal opens into the uterine cavity at the internal os and into the vagina at the external os അല്ലെങ്കിൽ external orifice. Okay. Then functions of uterus. Uterusന്റെ functions എന്തൊക്കെയാണ്? It serves as a part of the pathway for sperm deposited in the vagina to reach the uterine tube. നേരത്തെ പറഞ്ഞതുപോലെ വജൈനയിലൂടെ സ്പേം ഡെപ്പോസിറ്റ് ചെയ്താൽ, ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞാൽ മെയിലിൻ്റെ പെനിസിൽ നിന്നും ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്കുള്ള പാത്ത് എന്ന് പറയുന്നത് വജൈന വഴി, സെർവൈക്സ് വഴി, യൂട്രസ് വഴി വന്നിട്ട് ആണ് ഫലോപ്പിയൻ ട്യൂബിലേക്ക് വരിക. അപ്പോൾ യൂട്രസ് സ്പേംസിൻ്റെ ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു പാത്ത് വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് ആൾസോ ദ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അതായത് ഇതാണ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ യൂട്രസ് എങ്കിൽ നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിൽ നിന്നും വരുന്ന മോറുല അല്ലെങ്കിൽ ബ്ലാസ്റ്റുല അല്ലെങ്കിൽ എംബ്രിയോ ഇവിടെ വന്നിട്ട് നമ്മുടെ യൂട്രസിൽ വന്നിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുക, യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യുക. അവിടെയാണ് അത് വളരുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റുല അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മുടെ യൂട്രസിൻ്റെ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയാം. ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള സൈറ്റായിട്ട് നമ്മുടെ യൂട്രസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസിൻ്റെ സമയത്ത് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നതും യൂട്രസ് ആണ്. അത് കഴിഞ്ഞിട്ട് ലേബർ നടത്തുന്നതും യൂട്രസിൽ നിന്നാണ്. ഓക്കെ, ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് വെൻ ഇംപ്ലാന്റേഷൻ ഡസ് നോട്ട് ഒക്കർ ദ യൂട്രസ് ഈസ് ദി സോഴ്സ് ഓഫ് മെൻസ്ട്രൽ ഫ്ലോ. ഇനി മെൻസ്ട്രൽ ഫ്ലോ ഇവിടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും യൂട്രസ് ആണ്. അതായത് ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു ലെയർ അത് ബ്രേക്ക് ചെയ്തിട്ട് അതിലുള്ള ബ്ലഡ് വെസൽസും ബ്ലഡും അതുപോലെ മറ്റു സംഗതികളുമൊക്കെ ഒരുമിച്ച് മെൻസ്ട്രൽ ബ്ലഡ് ആയിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പം മെൻസ്ട്രൽ ഫ്ലോ വരുന്നത് എവിടെ നിന്നാണ്? യൂട്രസിൽ നിന്നാണ്. അപ്പോൾ ഒന്ന്
ഇറ്റ് സെർവ്സ് ആസ് ദി പാർട്ട് ഓഫ് പാത്വേ ഫോർ സ്പേം ഡെപ്പോസിറ്റഡ് ഇൻ ദി വജൈന. രണ്ടാമത്തേത് അത് ഇംപ്ലാന്റേഷൻ്റെ സൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. പ്രഗ്നൻസിയും അതുപോലെ ഡെലിവറിയും ഒക്കെ നടക്കുന്നത് യൂട്രസിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ മെൻസ്ട്രൽ ഫ്ലോൻ്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും യൂട്രസ് ആണ്. ഓക്കെ, ഇനി ഹിസ്റ്റോളജി ഓഫ് യൂട്രസ്. ഹിസ്റ്ററി അല്ല, ഹിസ്റ്റോളജിയാണ്. ഹിസ്റ്റോളജി ഓഫ് യൂട്രസ്. ഓക്കെ, യൂട്രസിൻ്റെ വാൾസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുറത്തുള്ള വാൾ ലെയറിനെ നമ്മൾ പെരിമെട്രിയം എന്നാണ് പറയുന്നത്. അതുപോലെ സെൻറ്ററിലുള്ള മസിൽസ് ഉള്ള വാളിനെ നമ്മൾ മയോമെട്രിയം എന്ന് പറയുന്നു. ഇന്നർ മോസ്റ്റ് വാൾ ലെയറിനെ നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നു. ഏറ്റവും പുറമേ ഉള്ളത് പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. പെരിമെട്രിയം അല്ലെങ്കിൽ സീറോസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് യൂട്രസ് വാൾ, യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആൻഡ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയവും ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂവും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലാറ്ററലി ഇറ്റ് ബിക്കംസ് ദി ബ്രോഡ് ലിഗമെൻറ്റ്. ബ്രോഡ് യൂട്രസിനെ അറ്റാച്ച് ചെയ്യുന്ന ബ്രോഡ് ലിഗമെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? സീറോസ അല്ലെങ്കിൽ പെരിമെട്രിയമാണ്. ഏറ്റവും പുറമേയുള്ള വാളാണ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള സെൻറ്ററിലുള്ള വാൾ ലെയറിനെയാണ് നമ്മൾ മയോമെട്രിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിഡിൽ ലെയർ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 layers of smooth muscle fibers that are thickest in the fundus and thinnest in the cervix. മസിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് മയോമെട്രിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് മസിൽസ് ആണ്. ഓക്കെ, മസ്കുലാർ ടിഷ്യൂ ആണ് അവിടെ ഉള്ളത്. യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺട്രാക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മയോമെട്രിയമാണ്. മയോമെട്രിയത്തിലാണ് വിഗറസ് കൺട്രാക്ഷൻസ് നടക്കുന്നത്. ഡ്യൂറിങ് ലേബർ ആൻഡ് ചൈൽഡ് ബർത്ത്, coordinated contractions of the myometrium in response to oxytocin from the posterior pituitary help expel the fetus from the uterus. ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിന് റെസ്പോൺസ് ചെയ്യുന്ന രീതിയിൽ കൺട്രാക്ഷൻ നടത്തുന്നത് മയോമെട്രിയം ഓഫ് യൂട്രസ് ആണ്. മയോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു മസിലാണ് അല്ലേ? ഓക്കെ, അടുത്തതാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലാണ് ഗ്ലാൻസ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ്. ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അല്ലേ? ഇറ്റ് ഹാസ് 3 components. ഇന്നർ മോസ്റ്റ് ലെയർ കമ്പോസ്ഡ് ഓഫ് സിമ്പിൾ കൊളംനാർ എപ്പിത്തീലിയം, അണ്ടർലൈങ് എൻഡോമെട്രിയൽ സ്ട്രോമ ആൻഡ് എൻഡോമെട്രിയൽ ഗ്ലാൻസ്. ഈ മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും ഉള്ളിലുള്ള എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ലൈനിങ് ആണ് പിന്നീട് എന്ത് ചെയ്യുക? നമ്മുടെ മെൻസ്ട്രൽ ഫ്ലോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സംഭവിക്കുക. ഓക്കെ, എൻഡോമെട്രിയത്തെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 layers ആണ്. ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ള ലെയറാണ്, ഒന്ന് ടെമ്പററി ലെയറാണ്. അതായത് ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ സ്ട്രേറ്റം ഫങ്ഷണാലിസ് ടെമ്പററി ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ലൈൻസ് യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് സ്ലബ്സ് ഓഫ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത് സ്ട്രേറ്റം ഫങ്ഷണാലിസ് ആണ്. സ്ട്രേറ്റം ഫങ്ഷണാലിസ് പോയി കഴിഞ്ഞാൽ പിന്നീട് പുതിയ സ്ട്രേറ്റം ഫങ്ഷണാലിസിനെ ഉണ്ടാക്കുന്നത് തായ് ഭാഗത്തുള്ള ലെയറാണ്. അതിൻ്റെ പേരാണ് സ്ട്രേറ്റം ബേസാലിസ്. ഇറ്റ് ഈസ് പെർമനൻറ്റ് ആൻഡ് ഗീവ്സ് റൈസ് ടു എ ന്യൂ സ്ട്രേറ്റം ഫങ്ഷണാലിസ് ആഫ്റ്റർ ഈച്ച് മെൻസ്ട്രേഷൻ. ഓരോ മെൻസ്ട്രേഷൻ കഴിയുമ്പോഴും പുതിയ സ്ട്രേറ്റം ഫങ്ഷണാലിസിനെ ഉണ്ടാക്കുക എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നത് സ്ട്രേറ്റം ബേസാലിസ് ആണ്. അപ്പോൾ നമ്മൾ യൂട്രൈൻ വാളിൻ്റെ 3 ഭാഗങ്ങൾ കണ്ടു. ഒന്ന് പെരിമെട്രിയം, 2 മയോമെട്രിയം, 3 എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തെ വീണ്ടും നമ്മൾ സ്ട്രേറ്റം ഫങ്ഷണാലിസ് എന്നും സ്ട്രേറ്റം ബേസാലിസ് എന്നും ഡിവൈഡ് ചെയ്തു. സ്ട്രേറ്റം ഫങ്ഷണാലിസ് ആണ് മെൻസ്ട്രൽ ഫ്ലോ നടക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നത്. അതുപോലെ സ്ട്രേറ്റം ബേസാലിസ് ആണ് പുതിയ സ്ട്രേറ്റം ഫങ്ഷണാലിസിനെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് കപ്പാസിറ്റേഷൻ. കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത് മെച്ചറായിട്ടുള്ള മൂവബിളായിട്ടുള്ള സ്പേംസ് നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോൾ ഫങ്ഷണലി അവർക്ക് ഇനിയും കുറേ കൂടി മാറ്റങ്ങൾ വരണം, ചേഞ്ചസ് വരണം. എന്നാൽ മാത്രമേ ഓവവുമായിട്ട്
ഫ്യൂസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. അങ്ങനെ ഓവവുമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ സാധ്യമാക്കാൻ ചേഞ്ചസ് വരുത്തുന്നുണ്ട് നമ്മുടെ സ്പേംസിൽ. ആ ചേഞ്ചസ് വരുന്നത് വൺസ് ദേ ആർ എൻറ്റേഡ് ഇൻ ടു ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ആണ്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് വജൈനയിലൂടെ, സെർവൈക്സിലൂടെ, യൂട്രസിലൂടെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുക. അപ്പം കപ്പാസിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷന് വേണ്ടി സജ്ജമാക്കുന്ന, സ്പേമിനെ പ്രിപ്പയർ ചെയ്യുന്ന സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുക. എപ്പോഴാണ് ഇത് ഉണ്ടാവുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ സ്പേം പോകുമ്പോൾ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പം സ്പേമിലുണ്ടാകുന്ന സീരീസ് ഓഫ് ഫങ്ഷണൽ ചേഞ്ചസിനെയാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ യൂട്രൈൻ ട്യൂബിനെ കുറിച്ച് പറഞ്ഞു, ദെൻ യൂട്രസിനെ കുറിച്ച് പറഞ്ഞു, ദെൻ സെർവൈക്സ് കണ്ടു, ഇസ്തുമസ് കണ്ടു. സെർവൈക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഭാഗമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലെ മറ്റൊരു ഭാഗമാണ് വജൈന, അല്ലേ? ഫങ്ഷൻസ് ഓഫ് വജൈന എന്തൊക്കെയാണ്? വജൈനയുടെ ഫങ്ഷൻസ്: ഇറ്റ് ഈസ് എ റിസെപ്റ്റക്കിൾ ഫോർ പെനീസ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയത്ത് പെനിസിനുള്ള റിസെപ്റ്റക്കിളായിട്ട് ആക്ട് ചെയ്യുന്നത് വജൈനയാണ്. അതുപോലെ ഔട്ട്ലെറ്റ് ഫോർ മെൻസ്ട്രൽ ഫ്ലോ ആൻഡ് പാസേജ് വേ ഫോർ ചൈൽഡ് ബർത്ത്. പ്രസവിക്കുന്ന സമയത്ത് വജൈന വഴിയാണ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മെൻസ്ട്രൽ ഫ്ലോക്കുള്ള ഔട്ട്ലെറ്റായിട്ട് മെൻസ്ട്രൽ ഫ്ലോ പുറത്തു വരുന്നതും ഏത് വഴിയാണ്? വജൈന വഴിയാണ്. ഓക്കെ, ദെൻ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ വരുന്ന മറ്റു ഭാഗങ്ങൾ ലേബിയ മെജോറ, ലേബിയ മൈനോറ, മോൺസ് പ്യൂബിസ്, ക്ലൈറ്റോറിസ് തുടങ്ങിയ ഓർഗൻസും ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിൽ വരുന്നതാണ്. ഇനി ഫെർട്ടിലൈസേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും പഠിച്ചു, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും പഠിച്ചു. സ്പേം വന്നു, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്തു, അവിടെ നിന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ്, അല്ലേ? എന്താണ് ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് 2 ഹാപ്ലോയിഡ് ഗമേറ്റ്സ് ഈച്ച് കണ്ടെയ്നിങ് 23 chromosomes producing a zygote that contains 46 chromosomes. 23 ക്രോമസോംസ് ഉള്ള മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദ സ്പെർമറ്റോസോവൻ, അപ്പോൾ ഇതിൽ മെയിൽ ഗമേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ദ സ്പെർമറ്റോസോവൻ സിംപ്ലി ഡെലിവേഴ്സ് ദ പറ്റേണൽ ക്രോമസോംസ് ടു ദി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. മെയിനായിട്ട് ക്രോമസോമിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് മെയിൽ സ്പേം ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരു സെല്ലിന് വേണ്ട എല്ലാ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുന്നത് ഫീമെയിൽ എഗ്ഗാണ്, ഫീമെയിൽ ഓവമാണല്ലേ, ഫീമെയിൽ ഗമേറ്റാണ്. ഇറ്റ് മസ്റ്റ് ട്രാവൽ എ റിലേറ്റീവ്ലി ലോങ് ഡിസ്റ്റൻസ് ആൻഡ് സ്മോൾ. സ്പേം ചെറുതാണ്, എഫിഷ്യൻ്റ് ആണ് ആൻഡ് ഹൈലി സ്ട്രീംലൈൻഡ് ആണ്. സ്ട്രീംലൈൻഡ് ബോഡി ഉണ്ടായാലാണ് മൂവ്മെൻറ്റിന് വളരെയധികം സഹായിക്കുക, അല്ലേ? അപ്പോൾ സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള ബോഡിയുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്മോൾ ആയിട്ടുള്ള ആളാണ് സ്പേം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലി ക്രോമസോംസ് മാത്രമാണ്. മറ്റു പാർട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫീമെയിൽ ഗമീറ്റാണ്. ഓക്കെ, ഇനി ഫീമെയിൽ ഗമീറ്റ് ആണെങ്കിലോ, ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഓൾ സെല്ലുലാർ ഓർഗനൽസ് ആൻഡ് ഇൻക്ലൂഷൻസ്, നറിഷ്മെൻറ്റ് ആൻഡ് ജനറ്റിക് പ്രോഗ്രാമിംഗ് നെസസറി ടു സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംബ്രിയോ ഫോർ നിയർലി എ വീക്ക് ആഫ്റ്റർ കൺസെപ്ഷൻ. ഓക്കെ, ബാക്കി അതായത് പറ്റേണൽ ക്രോമസോം അല്ലാത്ത മറ്റു സംഗതികൾ മറ്റേണൽ ക്രോമസോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെല്ലുലാർ ഓർഗനൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഷൻ ബോഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ ഗമേറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ മെയിൽ ഗമേറ്റിനേക്കാളും വളരെയധികം വോള്യത്തിൽ ഒരു 1:2000 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു റേഷ്യോ ആണ് സ്പേമിൻ്റെ വോള്യവും ഫീമെയിൽ ഗമേറ്റിൻ്റെ വോള്യവും ഉണ്ടാവുക. ദ വോള്യം ഓഫ് ദിസ് ഗമേറ്റ് ഈസ് ദെർഫോർ മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സ്പെർമറ്റോസോവൻ. ഇവരെല്ലാവരെയും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫീമെയിൽ ഗമേറ്റിൻ്റെ വോള്യം വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി എവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? യൂട്രസിൽ വെച്ചിട്ടാണോ? അല്ല, ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നതിൻ്റെ ശേഷം പിന്നീട് യൂട്രസിലേക്ക് മോറുല അല്ലെങ്കിൽ ബ്ലാസ്റ്റിലേക്ക് തിരിച്ചു വന്നിട്ട്
അവിടെ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ട് എംബ്രിയോ ഫീറ്റസ് ആയി മാറുകയാണ് ചെയ്യുക അല്ലേ. ഫെർട്ടിലൈസേഷൻ ടിപ്പിക്കലി ഒക്കേഴ്സ് നിയർ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ദി ആംബിള ആൻഡ് ഇസ്തമസ് ഓഫ് ദി യൂട്രൈൻ ട്യൂബ്. ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ. ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നോർമലി ഒക്കേഴ്സ് ഇൻ ദി ആംബിള ഓഫ് യൂട്രൈൻ ട്യൂബ്. ഓക്കെ, സാധാരണ ആംബിളയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആംബിള എന്ന് പറയുന്ന വൈഡർ പാർട്ടിലാണ് നോർമലി അത് സംഭവിക്കുന്നത്. Sperm can remain viable for about 72 hours after deposition in vagina. വജൈനയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 72 hours സ്പേമിന് വയബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. ആൾത്തോ സെക്കൻഡറി oocyte is viable for only 24 hours after ovulation. സ്പേം 72 hours വയബിൾ ആണ്. ഓവം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours മാത്രമേ വയബിൾ ആയിട്ട് നിൽക്കുള്ളൂ, 1 day അല്ലേ. ഇതിൻ്റെ ഇടയിൽ എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ സൈഗോട്ട് ഫോം ചെയ്യുള്ളൂ. വൺസ് സ്പേം സെൽ എൻറ്റേഴ്സ് സെക്കൻഡറി oocyte, ദ oocyte ഫസ്റ്റ് മസ്റ്റ് കംപ്ലീറ്റ് മിയോസിസ് 2. അപ്പോൾ ഓവവുമായിട്ടല്ല സ്പേം ഫ്യൂസ് ചെയ്യുന്നത്. സ്പേം ഫ്യൂസ് ചെയ്യുന്നത് oocyteമായിട്ടാണ്, സെക്കൻഡറി oocyteമായിട്ടാണ്. ഇറ്റ് ഡിവൈഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ സ്പേം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ oocyte എന്തായി മാറും? മിയോസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓവമായി മാറും. It divides into larger ovum and a smaller second polar body that fragments and disintegrates. പോളാർ ബോഡിയും ഓവവുമായിട്ട് മാറും, പോളാർ ബോഡി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ ഓവവുമായിട്ടാണ് സ്പേം ഫെർട്ടിലൈസേഷൻ നടത്തുക. The nucleus in the head of the sperm develops into the male pronucleus and the nucleus of the fertilized ovum develops into the female pronucleus. മെയിൽ ഗമേറ്റിലുള്ള ന്യൂക്ലിയസ് മെയിൽ പ്രോന്യൂക്ലിയസ് ആയിട്ടും മറ്റേത് ഫീമെയിൽ പ്രോന്യൂക്ലിയസ് ആയിട്ടും മാറും. ഇവർ രണ്ടും തമ്മിൽ ഫ്യൂഷൻ നടക്കും. അതിനാണ് നമ്മൾ ആംഫി മിക്സിസ് എന്ന് പറയാം. ദ ഫീമെയിൽ ആൻഡ് മെയിൽ ന്യൂക്ലി ഫോം ദ ഫ്യൂസ്. ഈ ഫ്യൂഷനാണ് ആംഫി മിക്സിസ് എന്ന് പറയാം. പ്രൊഡ്യൂസിങ് എ സിംഗിൾ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ദാറ്റ് കണ്ടെയ്ൻസ് 23 chromosomes. ദ ഫെർട്ടിലൈസ്ഡ് ഓവം നൗ ഈസ് കാൾഡ് എ സൈഗോട്ട്. അതായത് ഓവം സ്പേമുമായിട്ട് എന്താണ് ഫെർട്ടിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൈഗോട്ട് അല്ലേ. സൈഗോട്ടാണ് പിന്നീട് ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് റീസ്റ്റോർസ് ദി നോർമൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഹാപ്ലോയിഡുള്ളത് ഇത് ഡിപ്ലോയിഡായി മാറും അല്ലേ, 2n കണ്ടീഷനായിട്ട് മാറും. അതായത് സ്പേമിൻ്റെത് n കണ്ടീഷനായിരുന്നു, അതുപോലെ ഓവത്തിൻ്റെതും n കണ്ടീഷനായിരുന്നു. 2n കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. സ്പേം എൻട്രി സ്റ്റിമുലേറ്റ് സെക്കൻഡറി oocyte ടു കംപ്ലീറ്റ് ഇറ്റ്സ് മിയോസിസ് അറസ്റ്റഡ് അറ്റ് എ മെറ്റാഫേസ് 2 stage. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. അതായത് ഫ്യൂഷൻ നടക്കുമ്പോഴാണ് സ്പേം വന്നിട്ട് oocyteമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഓവം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അങ്ങനെ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രോസസ്സാണ് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറയുമ്പോൾ സെൽ ഡിവിഷൻ തന്നെയാണ്. പക്ഷെ സാധാരണ സെൽ ഡിവിഷനിൽ നിന്നും ക്ലീവേജിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സാധാരണ സെല്ലാണെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്തും അത് ഗ്രോ ചെയ്യും അല്ലേ, 2 സെല്ലും ഒരേപോലെയുള്ള സൈസുള്ള സെൽസായി മാറും. എന്നാൽ ക്ലീവേജ് ആണെങ്കിൽ കണ്ടിന്യൂസ് സെൽ ഡിവിഷനാണ് നടക്കുക. സെല്ലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഓവറോൾ സൈസിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള എല്ലാ സെൽസിൻ്റെയും സെല്ലിൻ്റെ നമ്പർ കൂടുന്തോറും, ഡിവിഷൻ നടന്നിട്ട് നമ്പർ കൂടുന്തോറും എന്താണ് ചെയ്യുക? സെല്ലിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഈച്ച് ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ സൈസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ടൈപ്പ് ഡിവിഷനാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഗോട്ട് പിന്നീട് ക്ലീവേജിനാണ് വിധേയമാവുന്നത്. അതായത് അതിലെ സെൽസിൻ്റെ നമ്പർ കൂടുന്നുണ്ടെങ്കിലും സെൽസിൻ്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ സെൽസിൻ്റെ. ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ദർ ക്രോമസോം ലൈൻ അപ്പ് അലോങ് എ മെറ്റാഫേസ് പ്ലേറ്റ് ആൻഡ് ദ സെൽ പ്രിപ്പയർസ് ടു ഡിവൈഡ്. ദിസ് ഇസ് സ്റ്റാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് ക്ലീവേജ്. Series of cell divisions that produce an ever increasing number of smaller and smaller daughter cells. The first cleavage division is completed about 30 hours after fertilization, yielding 2 daughter cells, each one half to the size of the original zygote. These cells are blastomeres. അതായത് സൈഗോട്ട്
ഫസ്റ്റ് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ടിൻ്റെ ഹാഫ് സൈസുള്ള 2 സെൽസാണ് കിട്ടുക. ദെൻ ഫസ്റ്റ് ഡിവിഷൻ നടന്നു, ദെൻ രണ്ടാമത്തെ ഡിവിഷൻ നടക്കും അല്ലേ, മൂന്നാമത്തെ ഡിവിഷൻ നടക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസായി മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിനെ കുറിച്ചും ഫെർട്ടിലൈസേഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇതുവരെ എടുത്ത ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പാസ്റ്റ് ഇയർ എക്സാമ്പിൾസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പെർമറ്റോജനറ്റിക് സ്റ്റേജസ് ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് സ്പേംസ് ഇൻ എ മെച്ചർ ഹ്യൂമൻ ടെസ്റ്റിസീസ്. സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേംസ്. സ്പെർമാറ്റിഡ്, സ്പെർമറ്റോസൈറ്റ്, സ്പെർമറ്റോഗോണിയ, സ്പേം. ഇതിൽ നമ്മൾ സ്പെർമറ്റോജനസിസ് എന്നുള്ള പ്രോസസ്സ് പഠിച്ചതാണ് അല്ലേ. സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്ന സെൽസാണ്, ഇവരാണ് ആദ്യത്തെ സെൽസ്. ഇവരാണ് സ്പെർമറ്റോസൈറ്റായി മാറുന്നത്. പ്രൈമറി സ്പെർമറ്റോസൈറ്റും സെക്കൻഡറി സ്പെർമറ്റോസൈറ്റൊക്കെ ആയി മാറുന്നത്. പിന്നീട് അവർ സ്പെർമാറ്റിഡായി മാറുകയാണ് ചെയ്യുക അല്ലേ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് പിന്നീട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായി മാറും. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സ്പെർമാറ്റിഡായി മാറും. സ്പെർമാറ്റിഡാണ് പിന്നെ സ്പേമായി മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്പർ ഓപ്ഷൻ എ ആണ്. സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് ആൻഡ് സ്പേംസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ. കപ്പാസിറ്റേഷൻ അതായത് സീരീസ് ഓഫ് ഫങ്ഷണൽ ചേഞ്ചസ് ഇൻ ദി സ്പേം, അതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് റീറ്റേ ടെസ്റ്റിസ്. ഒന്ന് മാത്രമേ ഫീമെയിലുമായിട്ട് ബന്ധപ്പെട്ടതുള്ളൂ അല്ലേ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. മറ്റേതൊക്കെ എന്താണ്, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സെക്സ് ഓർഗൻസ് ആണ്. പക്ഷേ കപ്പാസിറ്റേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ സ്പേമിന് വരുന്ന ഫങ്ഷണൽ സീരീസ് ഓഫ് ഫങ്ഷണൽ ചേഞ്ചസിനെ നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻസ് ഈസ് പ്രാക്ടിക്കലി ഫീസിബിൾ ഓൺലി ഇഫ് the ovum and the sperms are transported simultaneously to amblyismic junction of the cervix. സെർവൈക്സിൻ്റെ ആംബ്ലറിസ്മിക് ജംഗ്ഷനിലേക്ക് ഓവവും സ്പെർമും സൈമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണെന്ന്. സെർവൈക്സിൻ്റെ അല്ലല്ലോ, സെർവൈക്സിൻ്റെ ആംബ്ലറിസ്മിക് ജംഗ്ഷൻ അല്ല. സെർവൈക്സ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ പാർട്ട്, യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇസ്റ്റമസ്, ദെൻ ആണ് സെർവൈക്സ് വരുന്നത് അല്ലേ. എന്നാൽ ആംബ്ലറിസ്മിക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫാലോപ്പിയൻ ട്യൂബിൻ്റെതാണ്. ഇനി സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സെർവൈക്സ് വിതിൻ 48 hours ഓഫ് റിലീസ് ഓഫ് ഓവം ഇൻ യൂട്രസ്. സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സെർവൈക്സ് വിതിൻ 48 hours ഓഫ് റിലീസ് അല്ലേ. ഓവം എത്ര അവേഴ്സാണ് വയബിൾ ആവുക? 24 hours ആണ് വയബിൾ ആവുക. അപ്പോൾ അതുമല്ല. Sperms are transported into vagina just after the release of ovum in fallopian tube. വജൈനയിലേക്ക് റിലീസ് ചെയ്ത്, വജൈനയിൽ നിന്നുമല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഓവവും സ്പേമും സൈമിൾട്ടേനിയസ് ആയിട്ട് ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടാലാണ് സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഡി ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് മിയോസിസ് 2 ഈസ് നോട്ട് കംപ്ലീറ്റഡ് അൺടിൽ. ഏതുവരെയാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക? അതായത് എപ്പോഴാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത്? ഊസൈറ്റിൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഊസൈറ്റിലേക്ക് സ്പേം എൻ്റർ ചെയ്യുന്ന സമയത്താണ് എന്ത് നടക്കുക? നമ്മുടെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി കപ്പാസിറ്റേഷൻ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദി സ്പേം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, സ്പേം ബിഫോർ ഫെർട്ടിലൈസേഷൻ, ഓവം ബിഫോർ ഫെർട്ടിലൈസേഷൻ, ഓവം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിൻ്റെ മുന്നാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ എന്ത് പോവുക? നമ്മുടെ സ്പേം പോവുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ കപ്പാസിറ്റേഷൻ നടക്കണം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ മുന്നാണ് കപ്പാസിറ്റേഷൻ നടക്കുന്നത് അല്ലേ. അതന്നെ സീരീസ് ഓഫ് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ സ്പേം ആണ്. അപ്പോൾ സ്പേമിൽ ഫെർട്ടിലൈസേഷൻ്റെ മുന്നേ നടക്കുന്ന ചേഞ്ചസിനെ നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 2013 കർണാടക യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ അവർ സൊസൈറ്റി വുമൺ ആർ ബ്ലെയിംഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫീമെയിൽ ചിൽഡ്രൻ. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് സാധാരണ സ്ത്രീകളെയാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദി സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസിലെ സെക്സ് ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ്. ഡ്യൂ ടു സം ഡിഫക്റ്റ് ലൈക്ക് അസ്പെർമിയ ഇൻ മാൻ. അതായത് എന്തുകൊണ്ടാണ് ഫീമെയിൽസ്, അതായത് കുഞ്ഞുങ്ങളെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നതിൽ ഏത് ഫാക്ടറാണ് മെയിൻ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്യൂ ടു ജനറ്റിക് മേക്കപ്പ് ഓഫ് ദി പർട്ടിക്കുലർ സ്പേം വിച്ച് ഫെർട്ടിലൈസസ് ദി എഗ്, ഡ്യൂ ടു ജനറ്റിക് മേക്കപ്പ് ഓഫ് എഗ്, ഡ്യൂ ടു സം ഡിഫക്റ്റ് ഇൻ ദി വുമൺ. അതായത് സാധാരണ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ഫീമെയിൽസിൽ XX ക്രോമസോംസും മെയിൽസിൽ XY ക്രോമസോമാണ് ഉണ്ടാവുക. അപ്പം ഫീമെയിൽസിൽ ഒരു ടൈപ്പ് ഗമേറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയിൽസിൽ 2 ടൈപ്പ് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, X ആൻഡ് Y. മെയിൽസിലെ X ഗമേറ്റ് ഫീമെയിൽസിൽ ഒറ്റന്നേ ഉള്ളൂ അല്ലേ. മെയിൽസിലെ X ഗമേറ്റ് ആണ് ഫീമെയിൽ X ഗമേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ XX എന്ന് പറയുന്ന ഇൻഡിവിജ്വലാണ് ഉണ്ടാവുക. ഇവരുടെ സെക്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ഫീമെയിൽ ആയിരിക്കും. ഫീമെയിൽ ആയിട്ടുള്ള യങ് വണ്ണാണ് ഉണ്ടാവുക. എന്നാൽ മെയിൽസിലെ Y ക്രോമസോമാണ് ഫീമെയിലിലെ എക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ XY എന്ന ജനറ്റിക് മേക്കപ്പ് ഉള്ള ഇൻഡിവിജ്വലാണ് ഉണ്ടാവുക, അത് മെയിലായിരിക്കും. അപ്പം മെയിലാണോ ഫീമെയിലാണോ ഉണ്ടാവുന്നതെന്ന് തീരുമാനിക്കുന്നത് മെയിൽസിലെ ഗമേറ്റാണ്, മെയിൽ ഗമേറ്റാണ് അല്ലേ. മെയിൽ ഗമേറ്റിൽ X ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ ഉണ്ടാവും. മെയിൽ ഗമേറ്റിൽ Y ആണ് ഫീമെയിൽ ഗമേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ മെയിൽ ഗമേറ്റ് ഉണ്ടാവും. അപ്പം എന്താണ്, ഡ്യൂ ടു ദി ജനറ്റിക് മേക്കപ്പ് ഓഫ് ദി പർട്ടിക്കുലർ സ്പേം വിച്ച് ഫെർട്ടിലൈസസ് ദി എഗ്. അതായത് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്ന സ്പേമിൻ്റെ ജനറ്റിക് മേക്കപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ B ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ അടുത്ത പാർട്ട്, അതായത് ഓർഗനോജനസിസും എംബ്രിയോജനസിസും പാർച്ചുറേഷനും ലാക്ടേഷനും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.